ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ടെക് ബാഗാണ്, ഒരു ടെക് ബാക്ക് പാക്ക്. ഞാൻ നോർമലി ഓഫീസ് വർക്കുകളൊക്കെ പോകുമ്പോൾ നോർമലി ഉപയോഗിക്കുന്ന ഒരു ടെക് ബാഗാണ്. അതായത് നമ്മളെ എന്താ പറയുക, ടെക് പരമായ ഗാഡ്ജറ്റ് പരമായ സംഭവങ്ങളൊക്കെ ക്യാരി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ബാഗാണ്. നമ്മുടെ റെഡ് ലെമൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്, ഒരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അവരുടെ ബാങ്കി എന്ന് പറഞ്ഞൊരു സാധനമാണ്, ബാങ്കി എന്ന് പറഞ്ഞൊരു മോഡൽ. ഇതിന് കുറേ കളർ ഓപ്ഷൻസ് ഉണ്ട്. ഗ്രേ, ബ്ലാക്ക് വരുന്നത്. ബ്ലാക്ക് കോമൺ ആണ്, അതിൻ്റെ കൂടെ കറക്റ്റ് കുറേ കളർ ഓപ്ഷൻസ് വരുന്ന മോഡലാണ്. ഇത് ഞാൻ ഓൾമോസ്റ്റ് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 1 month ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് മുമ്പ് ഞാൻ ആക്ച്വലി വൈൽഡ് ക്രാഫ്റ്റിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതും നോർമലി ഞാൻ ചില ട്രിപ്പായിട്ടൊക്കെ പോകുമ്പോൾ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതിനെ ഇതൊരു കംപ്ലീറ്റ് ടെക് ബാഗ് എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ പറയാട്ടോ. ഇതിൽ നമുക്ക് എന്താ പറയുക, ചാർജർ, പുറത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ചാർജർ മോഡൽ സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പാക്ക് നമ്മുടെ ബാക്കിലത്തെ കുഷൻ നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഈ സ്ട്രാപ്പ് നല്ല ക്വാളിറ്റി വരുന്നത്. എനിക്ക് തോന്നുന്നത് പ്രൈസ് 1800-600 ആ റേഞ്ചിലൊക്കെയാണ് പ്രൈസ് വരാട്ടെ. നമുക്ക് നമ്മുടെ ട്രോളിയിൽ ക്വാളിറ്റി ആയിട്ടുള്ള മോഡൽ സംഭവം വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു എക്സ്ട്രാ ഒരു എന്താ പറയുക പോക്കറ്റ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പേഴ്സും അതുപോലെ പാസ്പോർട്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ ഇടാനുള്ള ഒരു ആൻറ്റി തെഫ്റ്റ് പോക്കറ്റ് എന്നൊക്കെ വേണമെങ്കിൽ തന്നെ പറയാം. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ പവർ ബാങ്ക് കണക്ട് ചെയ്യാനുള്ള ഒരു സംഭവം കൂടെയാണ്. ഞാൻ ആക്ച്വലി ഇപ്പോൾ ഒരു ഓഫീസ് വർക്കായിട്ട് ഞാൻ പോകാൻ തയ്യാറെടുത്തോണ്ടിരിക്കുക, നാളെ പോകുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് വീഡിയോ എടുക്കുന്നത്. ഞാൻ പക്ഷേ അതുകൊണ്ട് തന്നെ നാളെ പോകുന്നത് കൊണ്ട് ഞാൻ അതിൽ പാക്കിംഗ് അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. സെപ്പറേറ്റ് വേറെ ഏതൊക്കെ ഗാഡ്ജറ്റ് ഞാൻ ക്യാരി ചെയ്യുന്ന നോർമലി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഇതിൻ്റെ ഒരു ചെറിയൊരു പോക്കറ്റ് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു മൊബൈലൊക്കെ വയ്ക്കാം. പിന്നെ ഇവിടെ നമുക്കൊരു ചെറിയൊരു പോക്കറ്റ് നമുക്ക് വരുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു പോക്കറ്റാണ്. പിന്നെ ഇത് എനിക്ക് തോന്നുന്നത് 28 ലിറ്ററോ 26 ലിറ്റർ ആ റേഞ്ചൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് കേട്ടോ. നല്ല ക്വാളിറ്റി സാധനമാണ്. നമുക്ക് എന്താ പറയുക, വാട്ടർ റെസിസ്റ്റൻറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നല്ല കളർ കോമ്പിനേഷൻ കണ്ടോ. ഇതിൻ്റെ ബ്ലാക്കും ഗ്രേ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഇത്രയും പോകുന്നൊരു സംഭവം പോലെ ഉണ്ട്. നമുക്കിവിടെ കീസും സംഭവങ്ങളൊക്കെ ക്യാരി ചെയ്യാന്നുണ്ടെങ്കിൽ ഇതൊക്കെ വെക്കാട്ടോ. പിന്നെ നമുക്കിവിടെ കീ കൊളുത്തിരാനുള്ളത്, കാറിൻ്റെ കീ ഒക്കെ കൊളുത്തിരാനുള്ള ഒരു സംഭവം ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് വേറൊരു പോക്കറ്റ്. പിന്നെ നമ്മുടെ മെയിൻ പോക്കറ്റാണ് വരുന്നത്. അത് നമ്മുടെ ലാപ്ടോപ്പിൻ്റെയാണ്. 15.6 ഇഞ്ചിൻ്റെ ലാപ്ടോപ്പൊക്കെ നമുക്ക് കൊല്ലും. എൻ്റെ ഇപ്പോൾ തൽക്കാലമുള്ള ലാപ്ടോപ്പ് ഞാൻ എൻ്റെ മാക്ബുക്ക് ഉള്ളത് കൊടുത്തു. നിങ്ങൾക്ക് ഓൾറെഡി അറിഞ്ഞിരിക്കും. ഞാനിപ്പോൾ iOS ഫുൾ വിട്ടു, ആപ്പിൾ ഫുൾ വിട്ടു. എല്ലാ ആപ്പിൾ ഫോണടക്കം ഞാൻ എല്ലാം കൊടുത്തു, വാച്ചും ഒക്കെ കൊടുത്തു. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന അസൂസിൻ്റെ ടഫ് ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. ഞാൻ സെപ്പറേറ്റ് വേറെ ഒരു സാംസങ്ങിൻ്റെ ഗാലക്സി ബുക്ക് വാങ്ങിച്ചാലോന്നുണ്ട്. അല്ലെങ്കിൽ ഒരു അസൂസിൻ്റെ തന്നെ ഒരു സ്ലിം ബുക്ക് നമുക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുനടക്കാൻ പറ്റുന്ന ടൈപ്പ് മോഡൽ വാങ്ങിക്കണമെന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ ഈ ടഫ് കൊണ്ടുനടക്കാൻ കുറച്ച് പാടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാത്തത്. നിങ്ങൾ ഓൾറെഡി നമ്മുടെ അൺബോക്സിംഗ് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, മുമ്പേ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് വെക്കാൻ പറ്റുന്ന ഒരു മോഡൽ ഇതാണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം ഡ്രസ്സൊക്കെ വെക്കാം, ചാർജറും കാര്യങ്ങളൊക്കെ. ഇത് നമ്മുടെ പവർ ബാങ്ക് കുത്താനുള്ള സോക്കറ്റാണ് കേട്ടോ. ഇതാണ് സംഭവം, നമ്മുടെ ബാഗ് സംഭവം എന്ന് പറയുന്നത്. പിന്നെ 2 പോക്കറ്റ് ഇവിടെ നമ്മുടെ വാട്ടർ ബോട്ടിലും അതുപോലെ കുടയോ എന്താ വെക്കാനുള്ള ഒരു സംഭവം കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാഗ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ എന്തൊക്കെ കൊണ്ടുവന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു മെയിൻ ലാപ്ടോപ്പ് നിങ്ങളോട് ഞാൻ അടുത്ത് കാണിച്ചിരുന്നില്ല, ഓൾറെഡി ഞാൻ മുമ്പ് കാണിച്ചിട്ടുള്ളതാണ്. അസൂസിൻ്റെ ടഫ് ബുക്ക് എന്ന് പറഞ്ഞൊരു സാധനം, ടഫ് ഗെയിമിംഗ് ലാപ്ടോപ്പ് എന്ന സാധനമാണ്. ഇതാണ് സംഭവം. മെറ്റൽ ബോഡിയൊക്കെ വരുന്നൊരു സംഭവമാണ്. ഇതിനെനിക്ക് തോന്നണ 1 ലക്ഷം റേഞ്ചൊക്കെ ഞാൻ വാങ്ങിച്ചപ്പോൾ റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 24 GB റാമും 1 TB SSD ആണ് വരുന്നത്. 1 TB അല്ല, സോറി, 2 TB SSD ആണ് വരുന്നത്. NVIDIAയുടെ ഗ്രാഫിക്സ് പ്രോസസ്സറും വരുന്നുണ്ട്. പിന്നെ നമുക്ക് AMD ആണ് കേട്ടോ. ഞാൻ Intel അല്ല, AMD Ryzen 7 ആണ് അതിൽ വരുന്നത്. അപ്പോൾ അതാണ് സ്പെക്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറച്ച് കാലമായിട്ടുണ്ട്, 1.5 കൊല്ലമൊക്കെ അതിൻ്റെ സാധനം, 1.5-2 കൊല്ലം എന്തൊക്കെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് സംഭവമല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പെസിഫിക്കലി എടുത്ത് പറയാത്തത്. പിന്നെ നമ്മൾ ക്യാരി ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നോർമലി ഒരു പവർ ബാങ്ക് ക്യാരി ചെയ്യാറുണ്ട്. ചിലപ്പോൾ 2 ക്യാരി ചെയ്യാറുണ്ട്. നോർമലി ഞാൻ സാംസങ്ങിൻ്റെ പവർ ബാങ്കാണ് ഇതാണ് ക്യാരി ചെയ്യാറ്. കണ്ടു, ഇതാണ് 10,000 mAh നമുക്ക് വയർലെസ് ചാർജിങ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പവർ ബാങ്കാണ്. ഇത് എനിക്ക് തോന്നുന്നത് സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് തോന്നുന്നത് ആമസോണിലൊന്നും അവൈലബിൾ അല്ലാന്നുണ്ട്. പിന്നെ എൻ്റെ പേഴ്സ്, ഇത് നമ്മുടെ പൂമേൻ്റെ പേഴ്സാണ്. കണ്ടു, ഇത് ഞാൻ ഓൾറെഡി വെച്ച് കാർഡും ഒക്കെ ക്യാഷൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പൂമേൻ്റെ ഒരു ടാപ്പിംഗ് പേഴ്സാണ്. കണ്ടു, ഭയങ്കര സ്ലിമ്മാണ്. ഇവിടെ മാഗ്നറ്റിക്കലി അറ്റാച്ച് ആയിക്കോളും. കണ്ടു. അപ്പോൾ അങ്ങനത്തെ ഇതിൻ്റെ ഞാൻ ഓൾറെഡി സെപ്പറേറ്റ് ഒരു ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ മൈക്ക്, ക്യാമറപരമായി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ മൈക്ക് ഞാൻ കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ ഇതെന്താ സംഭവം, ഹോളി ലാൻഡിൻ്റെ സംഭവമാണ്, ബട്ടൺ മൈക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ നമ്മുടെ ഈ ക്യാമറ ഞാൻ ഇടയ്ക്കേ കൊണ്ടുവരല്ലോ. ഇത് നമ്മുടെ സോണിയുടെ ZV-E10 ആണ് മോഡൽ. ഇത് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് ഇരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്ഗ്രേഡ് ഉള്ളൂ ക്യാമറ. പിന്നെ നമ്മുടെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു മൈക്ക് റിമോട്ടും ഉണ്ട്. അതിന് വരെ സ്റ്റാൻഡ് പ്ലസ് റിമോട്ട് സോണിയുടെ തന്നെയാണത്. ഉണ്ടോ? അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ബണ്ടിലായിട്ടൊന്ന് വാങ്ങിച്ചാണ്. അപ്പോൾ എനിക്ക് തന്നെ ഈ ക്യാമറ ഓൾമോസ്റ്റ് 3 കൊല്ലം ആയിട്ടാണ്.
പിന്നെ വാച്ചുകൾ ഞാൻ കൊണ്ടുപോകാറുണ്ട്. നോർമലി പ്രൊഫഷണൽ വർക്കൊക്കെ പോകുമ്പോൾ ഞാൻ നോർമലി കാസിയോന്റെ ഈ സാധനം കൊണ്ടുപോകാറുണ്ട്. നമ്മുടെ ഡിഫീസ് മോഡലാണത്. പിന്നെ ചിലപ്പോൾ 2 G-Shockഉം കൊണ്ടുപോകുന്നുണ്ടോ. ഈ 2 ഞാൻ നോർമലി കൊണ്ടുപോകാറ്. G-Shockന്റെ എനിക്ക് കുറച്ച് കളക്ഷൻ സംഭവമൊക്കെ ഉണ്ട്. ഞാൻ എന്താ വെച്ചാൽ ഇപ്പോൾ ഫുള്ളി പിന്നെ ഈ MI Sweetന്റെ സാധനം അത്യാവശ്യം കാണാനൊക്കെ ഒരു എന്താ പറയുക ഒരു പ്രൊഫഷണൽ ലുക്കുള്ള സാധനമാണ്. പിന്നെ സാംസങ്ങിന്റെ വാച്ച് ഞാൻ ഇപ്പോൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഞാൻ ഈ സ്മാർട്ട് വാച്ചുകളൊക്കെ ഫുൾ നിർത്തി പരിപാടി ഇപ്പോൾ നോർമൽ വാച്ചിലേക്ക് തന്നെ മാറി. അപ്പോൾ ഇതിൽ 2-3 വാച്ച് കൊണ്ടുപോകാറുണ്ട് കേട്ടോ. പിന്നെ ഫോണുകളാണ്. അതിന് മുമ്പ് നമുക്ക് ടാബ്, സാംസങ്ങിന്റെ ടാബ് S9 ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതാണ് സംഭവം. ഇതാണ് ടാബ് കേട്ടോ. ഈ ടാബ് ഞാൻ കൊണ്ടുപോയി ഇതിൽ നമുക്ക് സാംസങ്ങിന്റെ തന്നെ എൻ്റെ ഒരു മാഗ്നറ്റിക് കേസ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെയാണ് അതിൻ്റെ S Pen ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ അതിന് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ ഈ ക്യാരി കേസ് ചിലപ്പോഴാണ് കൊണ്ടുപോകാറുള്ളൂ. ഇതാണ് അതിൻ്റെ ക്യാരി കേസ് കേട്ടോ. ക്യാരി കേസ് കുറച്ച് ബൾക്കിയാണ്, പക്ഷെ അത് വീണാലൊന്നും പറ്റാത്ത അടിയൊട്ട് ക്യാരി കേസാണത്. അപ്പോൾ അത് കൊണ്ടുപോകാറുണ്ട്. ഞാൻ സാംസങ്ങിനാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പിന്നെ എൻ്റെ ഫോണുകൾ നമ്മുടെ സാംസങ്ങിൻ്റെ ഒരു പ്രൈമറി ഫോൺ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇത് Xiaomi 15 ആണ്. ഇത് ഞാൻ ഇപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ Pixel 9 ആണ്. Pixel 9ൽ ഇത് സ്പീക്കറിൻ്റെ കേസാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ 2-3 ദിവസമായിട്ടുള്ള എടുത്തിട്ട് ഇതൊന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്യാമറ സംഭവങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഈ X200 Pro ഞാൻ ഉപയോഗിക്കുന്നുണ്ട് സെക്കൻഡറി ഫോണായിട്ട്. അപ്പോൾ ഈ 4 ഫോണാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അത് ഞാൻ മാറ്റിക്കൊണ്ടിരിക്കാറുണ്ട്. പ്രൈമറി ഫോൺ വെച്ച് ബാക്കിയെല്ലാം റെഗുലറായിട്ട് മാറ്റാറുണ്ട്. അപ്പോൾ ഐഫോൺ ഞങ്ങൾക്ക് അറിയിക്കാൻ എൻ്റെ സെക്കൻഡറി ഫോൺ എത്ര കാലം ഐഫോൺ ആയിരുന്നു, 15 ആയിരുന്നു. അപ്പോൾ അത് ഞാനെടുത്ത് കളഞ്ഞു, മതി ഈ ഐഫോൺ. ഇനിയും എന്താ വെച്ചാൽ കുറേ പേരുടെ വീഡിയോ പർപ്പസ് ആയിട്ട് എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഈ iOSന്റെ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ആവശ്യം വരുള്ളൂ. അപ്പോൾ ആ പർപ്പസ് ഞാൻ ചിലപ്പോൾ എടുത്താലോ, അതൊക്കെ വിചാരിച്ചു എടുത്താലോ 15 Pro എടുത്താൽ വെച്ചാലോ 15 Pro സെക്കൻഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത് എടുത്താലോ ഒന്നും ചിലപ്പോൾ എടുക്കുള്ളൂ. പക്ഷെ എനിക്ക് iOS ശരിക്കും മടുത്തു, മതിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അത് അങ്ങനത്തെ ഒന്നാമത് ഫുൾ ബഗ്ഗിയാണ്. ഇപ്പോൾ നമ്മൾ ചൈനീസ് സാധനം ഉപയോഗിക്കുന്ന പോലെ ഇപ്പോൾ പണ്ടത്തെ ലോക്കൽ ചൈനീസ് എന്ന് പറയാൻ പറ്റില്ല, ലോക്കൽ ചൈനീസ് സാധനം ഉണ്ടല്ലോ, അതുകൊണ്ട് ഉപയോഗിക്കുന്ന പോലെയാണ് ഇപ്പോൾ. പിന്നെ നമ്മൾ മെയിനായിട്ട് എന്താ കാര്യം ചെയ്യാനുള്ള ടെക് പരമായിട്ട് ഗാഡ്ജറ്റ് ഞാൻ പറഞ്ഞു. ഇത് നമ്മുടെ TWS ആണ്. ഇത് JBLന്റെ ലൈവ് ബീം 3 എന്ന് പറഞ്ഞൊരു മോഡലാണ്. 15,000 ആ റേഞ്ചിൽ വരുന്നൊരു TWS ആണ് കേട്ടോ. TWS ഞാൻ പക്ഷേ ഉപയോഗം ഭയങ്കര കുറവാണ് കേട്ടോ. വല്ലപ്പോഴും കോളും കാര്യങ്ങളൊക്കെ വന്നാൽ മാത്രം ഉപയോഗിക്കുന്നല്ലാണ്ട് അല്ലാത്ത സമയത്ത് ഞാൻ നോർമലി ഉപയോഗിക്കാറില്ല. എന്ന് വെച്ചാൽ TWSും കറിയും ചെവിക്കൊക്കെ പൊട്ടയാണ്. ഇതൊക്കെയാണ് നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന അതായത് റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സുകൾ. വേറെ ഒന്നും മിസ്സായി പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ ക്യാമറയുടെ കാര്യമൊക്കെ പറഞ്ഞു, മൈക്കിൻ്റെ കാര്യം പറഞ്ഞു. ട്രൈപോഡ് ഞാൻ അതിലൊരു എന്താ പറയുക ഓപ്പണിങ് ക്ലോസിങ് ട്രൈപോഡ് ഞാൻ അതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ ഉപയോഗിക്കാറുണ്ട്. അത് നമുക്ക് ഫോണും കണക്ട് ചെയ്യാൻ വേണമെങ്കിൽ അതിൽ വേണമെങ്കിൽ ക്യാമറയും കണക്ട് ചെയ്യാം. അത് എനിക്ക് തോന്നുന്നതിൻ്റെ പേര് ഞാൻ ലിങ്ക് കിട്ടണമെങ്കിൽ താഴെ കൊടുക്കാം. അതിൻ്റെ പേര് അത് വലിയ ബ്രാൻഡഡ് സംഭവമൊന്നുമല്ല, അതുകൊണ്ട് തന്നെ അതിന് യൂണിവേഴ്സൽ നെയിം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. പക്ഷേ സാധനം നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് 2.5 കൊല്ലമായി. അതിന് ഇപ്പോഴൊരു പ്രോബ്ലം ഇല്ല. നമുക്ക് വേണമെങ്കിൽ സെൽഫി സ്റ്റിക്കായിട്ട് ഉപയോഗിക്കാം. ഞാൻ അതിന് മുമ്പ് നമ്മുടെ മെയിൻ ചാനൽ ചെയ്തപ്പോൾ അതിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിൻലി ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സുകൾ. പ്രത്യേകിച്ച് നമ്മൾ ഈ ടെക് ഗാഡ് എന്ന് പറയുക ബാക്ക് പാക്കിൽ ക്യാരി ചെയ്യുന്ന സംഭവം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽ അങ്ങനത്തെ പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കൗണ്ടർ പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ കാണാത്ത പോയി കണ്ടുവെക്കുക. അതാണ് ഈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം, മറക്കണ്ട കേട്ടോ. പിന്നെ നമ്മൾ Instagram പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ ചെയ്യാം, മറക്കണ്ട കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസിലാണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. നമ്മൾ സ്മാർട്ട് ഫോൺ അഗ്രികൾച്ചർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതിനുശേഷമാണ് ഞാൻ ആദ്യം IT ഫീൽഡിലായിരുന്നു, പിന്നെ നമ്മൾ ഫിനാൻസിലേക്ക് മാറിയതാണ്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം.